വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിന്റെ IR സ്പെക്ട്രോസ്കോപ്പി ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അതായത് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഫർദർലി എളുപ്പമാണ്. സോ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ ഓഫ് IR റേഡിയേഷൻ എങ്ങനെ നടക്കുന്നു, അത് കാരണം എങ്ങനെയാണ് വൈബ്രേഷണൽ ട്രാൻസ്മിഷൻ നടക്കുന്നു എന്ന് പഠിക്കുന്ന രീതിയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. മറന്നുപോകുന്നത് ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ഇനോർഗാനിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഇറ്റ് ബേസ്ഡ് ഓൺ സെലക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് IR റേഡിയേഷൻ. അതായത് എല്ലാ IR റേഡിയേഷനും അത് എന്ത് ചെയ്യണമെന്നില്ല, ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. ചില കേസുകളിൽ സെലക്റ്റീവ് അബ്സോർപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അവിടെ സമയത്ത് മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ അനുസരിച്ച് അത് ഐഡന്റിഫൈ ചെയ്യും. IR ranges extend from 780 nm to 1 nm. So it's mainly used for structural eludation and determine functional group. So സ്ട്രക്ചർ അറിയാനും ആൻഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുക. സോ IRന്റെ റേഞ്ച് പറയുന്നത് 780 nm മുതൽ 1 mm വരെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിന്റെ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല ആ ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഓഫ് റേഡിയേഷനകത്ത്, ഞാൻ റേഡിയേഷൻ ഉദ്ദേശിച്ചത് ആ ഒരു റേഞ്ച് ആണ് കേട്ടോ, അതിനകത്ത് വരുന്ന ആ ഒരു റേഡിയേഷനകത്തുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫംഗ്ഷണൽ ഗ്രൂപ്പും എലുഡേഷനും വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? മോളിക്യൂൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, ആറ്റംസ് ആണ്. സോ മേഡപ്പ് ഓഫ് ആറ്റംസ് ലിങ്ക്ഡ് ബൈ ബോണ്ട്. ഓരോ ആറ്റവും എന്താണ്, ഓരോ ബോണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ മൂവ്മെന്റ് ഓഫ് ആറ്റം ആൻഡ് കെമിക്കൽ ബോണ്ട് റിസംബിൾ എ സിസ്റ്റം ഓഫ് എ സ്പ്രിംഗ് ആൻഡ് ബോൾ. ഈ കാണുന്ന സ്പ്രിംഗ് ആൻഡ് ബോൾ പോലെയാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ആറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കെമിക്കൽ ബോണ്ട് എല്ലാം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. സോ കണ്ടിന്യൂസ് മോഷൻ ക്രിയേറ്റ് വൈബ്രേഷൻ. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മോഷൻ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും. അതൊരു സ്പെസിഫിക് ഫ്രീക്വൻസിയിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റം വിച്ച് ഹാവിംഗ് എന്താണ്, കെമിക്കൽ ബോണ്ട് ആണ്. സോ ഇത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വൈബ്രേഷൻ ഉണ്ടാവുന്നു. ആ വൈബ്രേഷനെയാണ് നമ്മൾ എന്ത് പറയാം, ആ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് നാച്ചുറൽ വൈബ്രേഷൻ പറയാം. സോ വെൻ IR റേഡിയേഷൻ അപ്ലൈഡ്, എപ്പോഴാണോ IR റേഡിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അവിടെ വൈബ്രേഷൻ ബിറ്റ്വീൻ ആറ്റം ഓഫ് ദ മോളിക്യൂൾസ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നു, വൈബ്രേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മോളിക്യൂൾസിനകത്തുള്ള ആറ്റമിന് എന്ത് ചെയ്യുന്നു, വൈബ്രേഷൻ ഉണ്ടാവുന്നു IR റേഡിയേഷൻ കൊടുക്കുമ്പോൾ. സോ ഇറ്റ് അപ്ലൈഡ് IR ഫ്രീക്വൻസി മാച്ചസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഓൾറെഡി നമുക്കൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, നമ്മൾ IR കൊടുത്തു, അത് രണ്ടും തമ്മിൽ ഈക്വൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് സംഭവിക്കും, absorb of IR radiation take place, result the appearance of a peak in the spectrum. അപ്പോൾ അവിടെ നിന്ന് IR radiation അബ്സോർബ് ആവുകയും അങ്ങനെ പീക്ക് ഇൻ ദ സ്പെക്ട്രം ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതനുസരിച്ച് IR റേഡിയേഷൻ അബ്സോർബ് ആവുകയും അങ്ങനെ പീക്ക് വാല്യൂ, യുണീക് പീക്ക് വാല്യൂ കാണിക്കുമായിരിക്കും ചെയ്യാം. സോ യുണീക് പീക്ക് വാല്യൂ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. സോ IR സ്പെക്ട്രം ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് സെർവ് ആസ് എ ഫിംഗർ പ്രിന്റ് ഫോർ ഇറ്റ്സ് ഐഡന്റിഫിക്കേഷൻ. സോ നമ്മൾ ഈ IR റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നാച്ചുറൽ വൈബ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഓരോന്നിനും അതിൻ്റെതായ ഒരു ഐഡന്റിഫൈഡ് ഫിംഗർ പ്രിന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇഫ് സ്പെക്ട്രം ആർ ജനറലി എക്സ്പ്രസ്ഡ് ഇൻ വേവ് നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് എ വേവ് ലെങ്ത്. സോ നമ്മൾ ജനറലി വേവ് നമ്പറിനേക്കാൾ വേവ് ലെങ്ത്തിനെ പറ്റിയാണ് പറയുന്നത്. സോ വേവ് നമ്പർ സെന്റിമീറ്റർ പെർ 1 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ വേവ് ലെങ്ത് സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു നാച്ചുറൽ വൈബ്രേഷൻ ഉണ്ട്, IR റേഡിയേഷൻ നമ്മൾ കൊടുക്കുവാണ്, അത് റിസംബിൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഇനി റീജിയൻസ് ഓഫ് IR. സോ എന്തൊക്കെ റീജിയൻസ് ആണ് ഉള്ളത്? സോ വെരി നിയർ റീജിയൻ ഉണ്ട്, നിയർ IR ഉണ്ട്, ആൻഡ് ഫാർ IR ഉണ്ട്. വെരി നിയർ എന്ന് വെച്ചാൽ ഓവർടോൺ റീജിയൻ ആണ്, 2 to 2.5 μm. നിയർ IR ആണെങ്കിൽ 2.5 to 2.5 μm ആൻഡ് ഫാർ ആണെങ്കിൽ 25 to 400 μm ആയിരിക്കും. സോ അടുത്തായിട്ട് ഇൻസ്ട്രുമെന്റേഷൻസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ IR സ്പെക്ട്രോ ഫോട്ടോമീറ്റേഴ്സ്, അതായത് ഫോട്ടോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ അല്ലെ. സോ അവിടെ തന്നെ ഒരു റേഡിയേഷൻ സോഴ്സ് ഉണ്ട്, ഒരു മോണോക്രോമേറ്റ് ഉണ്ട്, ആൻഡ് സാമ്പിൾ സെൽ ആൻഡ് സാമ്പിളിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, ഡിറ്റക്ടേഴ്സ് ഉണ്ട്. സോ എങ്ങനെയാണ് ഒരു സ്പെക്ട്രോ ഫോട്ടോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു റേഡിയേഷൻ സോഴ്സ് ഉണ്ട്, മോണോക്രോമേറ്റർ ഉണ്ട്, ഒരു സാമ്പിളിംഗ് സെൽ ഉണ്ട്, ആൻഡ് സാമ്പിളിംഗ് സബ്സ്റ്റൻസ് ആൻഡ് ഡിറ്റക്ടർ ആണ്. നമുക്കത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ റേഡിയേഷൻ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും IR റേഡിയേഷൻ പ്രൊഡ്യൂസ് ഇന്റൻസ് IR റേഡിയേഷൻ ഫോർ ഡിറ്റക്ടേഷൻ. സോ ഡിറ്റക്ടറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള IR റേഡിയേഷൻ കൊടുക്കുകയാണ്. ഓൾറെഡി നമുക്കറിയാം IR റേഡിയേഷൻ നമ്മൾ മോളിക്യൂൾസ് കൂടെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്, അത് റിസംബിൾ ആവുകയും വേണം അല്ലെ. സോ ബി സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ഓവർ ദ ഡിസൈൻ വേവ് ലെങ്ത് ആൻഡ് കോമൺ IR റേഡിയേഷൻ സോഴ്സ് ഇൻകാൻസൻ ലാമ്പ്, നെർസൻ ഗ്ലോ ആൻഡ് ഗ്ലോബാർ സോഴ്സ്, മെർക്കുറി ആർക്ക് ലാമ്പ്. സോ ഇങ്ങനെയുള്ള സോഴ്സുകളിലൂടെയാണ് നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നത്, റേഡിയേഷൻ സോഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ IR റേഡിയേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഇതാണ് IR സോഴ്സ്. ഇതിനാണ്
കൊണ്ടാണ് നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ മാറിയും തിരിഞ്ഞു ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് IR റേഡിയേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ നേഴ്സൺ ഗ്ലോവർ ആണെന്നുണ്ടെങ്കിൽ റെയർ എർത്ത് ഓക്സൈഡ് ആണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും. 1 to 3 millimeter ലെങ്ത്, 30 millimeter ആയിരിക്കും. സോ ഹീറ്റ് 1000 to 1800 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. ആൻഡ് ടു ബി കണ്ടക്റ്റീവ് ആൻഡ് പ്രൊവൈഡ് മാക്സിമം റേഡിയേഷൻ ഓഫ് 7100 സെന്റിമീറ്റർ per -1 ആണ്. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ IR റേഡിയേഷൻ ഒരു വൈഡ് വേവ് ലെങ്ത് റേഞ്ചിലൂടെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇന്റൻസിറ്റി എപ്പോഴും സ്റ്റഡിയും കോൺസ്റ്റന്റ് വരെയും കുറേ നേരത്തേക്ക് നമുക്ക് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡയഗ്രാം ഒക്കെ ഓൺലൈൻ നെറ്റിലുണ്ടാവും, നോക്കിയൊക്കെ വരച്ച് വേണമെങ്കിൽ ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് പറഞ്ഞതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പ്രോൺ ടു മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ഇറ്റ്സ് എനർജി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വിസിബിൾ ആൻഡ് നിയർ IR റീജിയൻ ഓഫ് ദ സ്പെക്ട്രം. സോ ഈ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് വിസിബിളോ അല്ലെങ്കിൽ നിയർ IR റീജിയനിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ഒരു പ്രോപ്പർ IR റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി ഗ്ലോബൽ സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, സിലിക്കൺ കാർബൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിൻഡേർഡ് സിലിക്കൺ കാർബൈഡ് ആണ്. ഡയമെൻഷൻ പറയുന്നത് 50 millimeter ഇൻ ലെങ്ത് ആൻഡ് 4 millimeter ഇൻ ഡയമീറ്റർ ആണ്. 1300 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ സ്ട്രോങ്ലി എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് എമിറ്റ് മാക്സിമം റേഡിയേഷൻ ഓഫ് 5200 സെന്റിമീറ്റർ per -1 ആണ്. സോ ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഈ നേഴ്സ്ഡ് ഗ്ലോബറിനേക്കാളും ഇന്റൻസിറ്റി കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് മോണോക്രോമേറ്റേഴ്സ് ആണ്. സോ യൂസ് ടു സെപ്പറേറ്റ് IR റേഡിയേഷൻ ടു ഡിഫറെന്റ് വേവ് ലെങ്ത്. സോ നമ്മുടെ ഈ ഒരു IR റേഡിയേഷനെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മോണോക്രോമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ടൈപ്പ് തന്നെ പ്രിസം മോണോക്രോമേറ്റർ ഉണ്ട്, ഗ്രേറ്റിംഗ് മോണോക്രോമേറ്റർ ഉണ്ട്. രണ്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രിസവും ഉണ്ട്, ഗ്രേറ്റിംഗും ഉണ്ട്. പ്രിസം ആണ് എന്നുണ്ടെങ്കിൽ ദ ഡിസ്പോഷൻ എലമെന്റ് ഈസ് മെയ്ഡ് ഫോർ മെറ്റൽ സച്ച് ആസ് മെറ്റൽ ഹാലൈഡ് സോൾട്ട് വിച്ച് ട്രാൻസ്മിറ്റ് IR റേഡിയേഷൻ. ഇവിടെ മെറ്റൽ ഹാലൈഡ് സോൾട്ട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് IR റേഡിയേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ് ചെയ്യുക. ഗ്ലാസും കോഴ്സ് നമ്മൾ ഉപയോഗിക്കാറില്ല ബിക്കോസ് ഇറ്റ് വിൽ അബ്സോർബ് ദ IR റേഡിയേഷൻ. ഇനി സോഡിയം ക്ലോറൈഡ് ആണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന പ്രിസം മെറ്റീരിയൽ. സോ ഈ പ്രിസം മോണോക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസം തന്നെയാണ്, ലൈക്ക് കൈൻഡ് ഓഫ് ഒരു പ്രിസം പോലെയാണ് ഇരിക്കുന്നത്. സോ ഇത് നമ്മൾ എന്താണ്, സോഡിയം ക്ലോറൈഡ് കോമൺലി ഉപയോഗിക്കുന്ന പ്രിസം മെറ്റീരിയൽ ആണ്. ഹൈ ഡിസ്പേർഷൻ ഉള്ളത് കൊണ്ട് 4 മുതൽ 15 μm റീജിയൻ ആണ്. ഡിസഡ്വാൻറ്റേജസ്, സോൾട്ട് മെറ്റീരിയൽ മെക്കാനിക്കലി തെർമലി അൺസ്റ്റേബിൾ ആണ് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് വാട്ടർ സോലബിൾ പ്രൊസൈൽ ലിമിറ്റ് ഇൻ ഹ്യൂമിഡ് എൻവയോൺമെന്റ്. സോ എന്താണ്, ഒരു ഹ്യൂമിഡ് എൻവയോൺമെന്റിൽ നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായ കാര്യമാണ്. കാര്യം എന്താണ്, സോലബിലിറ്റി, ഒരു വാട്ടർ സോലബിലിറ്റി ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. സോഴ്സ് ഞാൻ പറഞ്ഞു, സോഴ്സ് സിമ്പിൾ ആണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവിടെ തന്നെ മോണോക്രോമേറ്റേഴ്സ് പഠിച്ചു, പ്രിസം ആൻഡ് ഗ്രേറ്റിംഗ് ആണ്. സോ സോഴ്സ് ആ ഒരു IR റേഡിയേഷൻ കിട്ടുന്ന സോഴ്സ് ഉണ്ടാക്കുന്നു. മോണോക്രോമേറ്റ് ആണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഗ്രേറ്റിംഗ് മോണോക്രോമേറ്റർ വെച്ചാൽ ഹൈലി ഡിസ്പേർഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ്. ഗ്രേറ്റിംഗ് മോണോക്രോമേറ്റർ ആണെന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് പാരൽ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ഇൻ ടു പ്ലെയിൻ സർഫസ്. സോ നമുക്ക് പാരൽ ആയിട്ടുള്ള എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഡിസ്പേർഷൻ ബൈ എ ഗ്രേറ്റിംഗ് ഫോളോസ് ദ ലോ ഓഫ് ഡിഫ്രാക്ഷൻ. സോ ഇവിടെ ഗ്രേറ്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് മോണോക്രോമേറ്ററിന്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിഫ്രാക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. എന്താണ് ലോ ഓഫ് ഡിഫ്രാക്ഷൻ? For radiation of different wavelength, the angle of dispersion is different. So different wavelength ഉള്ള റേഡിയേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഡിസ്പേർഷനും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാത്തിന്റെയും ഒരേപോലെയാണ് ആംഗിൾ ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. At a grating, separate of light occurs because light of different wavelength is dispersed at different angles. So grating monochromatic എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് വേവ് ലെങ്ത് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. കാരണം ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ്, ഡിഫറെന്റ് ആംഗിൾസ് ആയിരിക്കും. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഗ്രേറ്റിംഗ് ക്യാൻ ബി മെയ്ഡ് വിത്ത് മെറ്റീരിയൽ ലൈക്ക് അലുമിനിയം വിച്ച് മേ നോട്ട് അറ്റാക്ക് ബൈ മോയ്സ്ചർ. സോഡിയം ക്ലോറൈഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു മോയ്സ്ചറുമായിട്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഗ്രേറ്റിംഗ് മോണോക്രോമേറ്റർ നമുക്ക് എന്താണ്, കൺസിഡറബിൾ വേവ് ലെങ്ത് റേഞ്ച്, ഓവർ കൺസിഡറബിൾ വേവ് ലെങ്ത് റേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഇനി സാമ്പിൾ സെൽ ആൻഡ് സാമ്പിളിംഗ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. നമുക്കിനി സാമ്പിൾ വെക്കുന്ന സെല്ലും സാമ്പിളിംഗ് ഓഫ് സബ്സ്റ്റൻസും ആണ്. IR സ്പെക്ട്രം മേ ബി ഒബ്റ്റെയിൻ ഫോർ ഗ്യാസ്, ലിക്വിഡ് ഓർ സോൾട്ട്. സോ ഗ്യാസോ ലിക്വിഡോ ഗ്യാസ് വാട്ട് എവർ നമുക്ക് പ്രശ്നമല്ല. സാമ്പിൾ മെറ്റീരിയൽ മസ്റ്റ് ബി ട്രാൻസ്പെറന്റ് ടു IR റേഡിയേഷൻ. അത് മസ്റ്റ് ബി ട്രാൻസ്പെറന്റ് ആയിരിക്കണം. IR റേഡിയേഷൻ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. സോൾട്ട് ലൈക്ക് NaCl, KBr ഒക്കെയാണ് നമ്മൾ സാമ്പിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സാമ്പിൾ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് സോൾട്ട്, ലിക്വിഡ്, ഗ്യാസ് ആയിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് അനുസരിച്ച് നമുക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാൻ പറ്റും. ഇനി സാമ്പിളിംഗ് ഓഫ് സോൾട്ട് എങ്ങനെയാണ്? സോൾട്ട് റൺ ഇൻ സൊല്യൂഷൻ, മുൾ ടെക്നിക്,
process pellet technique, salt film and salt run in solution. So നമുക്ക് എന്താണ് ടോട്ടലി 4 ടൈപ്പ് ആണ് ഉള്ളത്. എന്താണ് സോൾട്ട് റണ്ണിങ് സൊല്യൂഷൻ ഉണ്ട്, മുൾ ടെക്നിക് ഉണ്ട്, പ്രസ്ഡ് പാലറ്റ് ടെക്നിക് ഉണ്ട് ആൻഡ് സോൾട്ട് ഫിലിംസ് ഉണ്ട്. എന്താണ് സോൾട്ട് റണ്ണിങ് സൊല്യൂഷൻ? ഡിസോൾവ് സോൾട്ട് സാമ്പിൾ ഇൻ നോൺ അക്വ സോൾവെന്റ് ആൻഡ് പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് സൊല്യൂഷൻ ഓൺ ആൻ ആൽക്കലി മെറ്റൽ ഡിസ്ക്. അപ്പൊ എന്തൊക്കെ വേണ്ടേ? നമ്മുടെ സോൾട്ട് സാമ്പിൾ ഉണ്ട്, നോൺ അക്വ സോൾവെന്റിലേക്ക് വെക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, നല്ലപോലെ ഡിസോൾവ് ആക്കി വെക്കുക, അതിനുശേഷം ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ എന്ത് ചെയ്യുക, ആൽക്കലി മെറ്റൽ ഡിസ്കിലേക്ക് വെക്കുക, ഇവാപറേറ്റ് ചെയ്യുക, അപ്പോൾ ഒരു തിൻ ഫിലിം കിട്ടും. അതിനുശേഷം നമുക്ക് അനലൈസ് ചെയ്യാം. സോൾവെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അസറ്റോൺ, സൈക്ലോ ഹെക്സീൻ ഒക്കെ ആയിരിക്കാം. മുൾ ടെക്നിക് ആണെങ്കിൽ ഫൈനലി പൗഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് മുൾ ഏജന്റ്, അത് ന്യൂജിയോൾ ആണ്, ആർ മെയ്ഡ് ഇൻ ടു തിക് പേസ്റ്റ്. മുൾ, അതായത് മുൾ ടെക്നിക്ക് ചില ന്യൂജിയോൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനലി പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് തിക് പേസ്റ്റ് ആക്കി അല്ലെങ്കിൽ മുള്ളാക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഈ മുള്ളിനെ പ്ലേറ്റിലേക്ക് മാറ്റുക, സ്ക്വീസ് ചെയ്ത് തിക്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സ്പെക്ട്രോമീറ്ററിൽ വെക്കുക. ഈ താഴെ കാണുന്ന പടമാണ്. നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നല്ലപോലെ. നമുക്ക് അടുത്ത് പറയേണ്ടത് പ്രസ് പാലറ്റ് ടെക്നിക്കാണ്. പ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഫൈനലി പൗഡർ ചെയ്ത സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുക, 100 ടൈംസ് മിക്സ് ഇറ്റ്സ് വെയിറ്റ് ഓഫ് KBr ഇൻ എ വൈബ്രേറ്റിംഗ് ബോൾ മിൽ. വൈബ്രേറ്റിംഗ് ബോൾ മില്ലിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനെ ഹൈ പ്രഷറിൽ നമ്മൾ ഡൈക്കകത്ത് വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. KBr പെല്ലറ്റ് നമുക്ക് ലോങ് ടൈമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ ക്യാൻ ബി സ്യൂട്ടബിളി അഡ്ജസ്റ്റ് ഇൻ ദ പാലറ്റ്. നമുക്ക് പാലറ്റിൽ നമുക്ക് സാമ്പിൾ കോൺസെൻട്രേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അത് മാത്രമല്ല റെസൊല്യൂഷൻ ഓഫ് ദ സ്പെക്ട്രം ഇൻ KBr ഈസ് സുപ്പീരിയർ ടു ഒബ്റ്റെയിൻ വിത്ത് ന്യൂജിയോൾ മുൾ ടെക്നിക്. സോ നമ്മൾ ഈ ന്യൂജിയോൾ മുൾ ടെക്നിക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതിന്റെ ആ ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ മറ്റതിനേക്കാൾ കുറച്ചും കൂടെ എന്താണ്, കൂടുതലാണ് എന്നുള്ളതാണ്. ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇനി സോൾട്ട് ഫിലിം എന്താണെന്ന് നോക്കാം. അമോർഫസ് സോൾട്ട് ഈസ് ഡിസോൾവ് ഇൻ വോളറ്റൈൽ solvent and the solution is poured on a rock salt plate and the solvent is evaporated by gentle heating. അപ്പോൾ അമോർഫസ് സോൾട്ടിൽ നിന്ന് വോളറ്റൈൽ സോൾവെന്റോട് നന്നായി ഡിസോൾവ് ചെയ്തതിന് ശേഷം റോക്ക് സോൾട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ NaCl KBr ആയിരിക്കാം, അതിൽ ഇവാപറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുവാണ് ചെയ്യുക. ഇനി സാമ്പിളിംഗ് ഓഫ് ലിക്വിഡ് എങ്ങനെയാണ്? ലിക്വിഡ് സാമ്പിൾ ക്യാൻ ബി സാൻഡ്വിച്ച് ബിറ്റ്വീൻ 2 ആൽക്കലി ഹാലൈഡ് പ്ലേറ്റ്. സോ ബേസിക്കലി NaCl KBr CaF2 ഒക്കെ വെച്ചിട്ട് 2 ആൽക്കലി ഹാലൈഡ്സിനിടയിൽ സാൻഡ്വിച്ച് മെത്തേഡ് വെക്കാം. സാമ്പിൾ സെൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.01 to 0.05 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി സാമ്പിളിംഗ് ഓഫ് ഗ്യാസ് എങ്ങനെയാണ്? ഗ്യാസ് സാമ്പിൾസ് ആർ ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഗ്ലാസ് സെൽ മെയ്ഡ് ഓഫ് NaCl കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതിനകത്തേക്ക് നമ്മൾ ഈ ഗ്യാസ് സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഗ്യാസ് സാമ്പിളിന് ഒരുപാട് എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, ആൻഡ് ദേ ആർ ലിമിറ്റഡ്. സോ ഡിറ്റക്ടർ പറയുവാണെങ്കിൽ ബോളോമീറ്റർ, തെർമിസ്റ്റോ, തെർമോകപ്പിൾ ആൻഡ് ഗോളെ സെൽസ് ഒക്കെയാണ് നമുക്ക് ഡിറ്റക്ടേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ. ഓരോ ഡിറ്റക്ടേഴ്സും പഠിക്കാനുണ്ട്. ബോളോമീറ്റർ ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് സർട്ടൈൻ മെറ്റൽ ഇൻക്രീസ് അപ്രോക്സിമേറ്റ് ബൈ 0.4% ഫോർ എവറി ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ബേസിക്കലി PTI AU ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടാവുക. അപ്പം 0.4% ഫോർ എവറി ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഒരു തിൻ മെറ്റാലിക് കണ്ടക്ടർ ആണ്. IR റേഡിയേഷൻ ഫോൾ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കാരണം റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്യുക. ആൻഡ് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് റിഗാർഡ് ആസ് ദ മെഷർമെന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് IR റേഡിയേഷൻ ഫോളിംഗ് ഇൻ. സോ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രത്തോളം IR അതിലേക്ക് വീഴുന്നു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. ആൻഡ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ജനറേറ്റ് എ കറണ്ട്. സോ ഈ റെസിസ്റ്റൻസിൽ ഒരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു. ഈ കറണ്ട് ഗാൽവോമീറ്റർ മെഷർ ചെയ്യുകയും അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. ഈ പടം വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ നിർബന്ധമായിട്ട് വരച്ച് പഠിക്കുക. ഇനി തെർമോ കപ്പിൾസ് ആണ്. പേര് പറയുമ്പോൾ തെർമോ, ദാറ്റ് മീൻസ് ഒരു കോൾഡ് അല്ലേ. സോ ഇവിടെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ വിത്ത് ഫ്ലോ ടു ഡിസിമിലർ മെറ്റൽ വയർ ആർ കണക്റ്റഡ് ടുഗദർ ആൻഡ് ബോത്ത് ആൻഡ് ദ ടെമ്പറേച്ചർ ഡിഫറൻഷ്യൽ എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 എൻഡ്. സോ ഇവിടെ നമ്മൾ 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ വെച്ചിട്ടുണ്ട്. അതുവഴി ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്ന അനുസരിച്ച് നമ്മൾ ഐഡന്റിഫൈ ആണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഹോട്ട് ജംഗ്ഷൻ ഉണ്ട്, കോൾഡ് ജംഗ്ഷൻ ഉണ്ട്. സോ ദ എൻഡ് എക്സ്പോസ് ടു ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇസ് കോൾഡ് ഹോട്ട് ജംഗ്ഷൻ. എവിടെയാണോ IR റേഡിയേഷൻ വീഴുന്നത് അത് ഹോട്ട് ജംഗ്ഷനും, എവിടെയാണോ വീഴാത്തത് അത് കോൾഡ് ജംഗ്ഷനും ആയിരിക്കും. സോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളമാണ് ഹോട്ട് ജംഗ്ഷനിൽ അവിടെ റേഡിയേഷൻ വന്ന് വീഴുന്നത് അതനുസരിച്ച് നമ്മൾ അറിയുകയാണ് ചെയ്യുക. ആൻഡ് ഈ റെസ്പോൺസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് തെർമോകപ്പിൾസ് റെസ്പോൺസ് വിൽ ബി 60 മില്ലി സെക്കൻഡ്സ്. കൊണ്ടോ 60 മില്ലി സെക്കൻഡ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോൺസുകളൊക്കെ അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് തെർമിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്യൂസ്ഡ് മിക്സ്ചർ ഓഫ് മെറ്റൽ ഓക്സൈഡ്. സോ
CuFeCO കൊബാൾട്ടോ അയണൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ. സോ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് എ മിക്സ്ചർ ഇൻക്രീസ്, ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുക. IR radiation fall on it, എപ്പോഴാണോ IR radiation അതിലേക്ക് വീഴുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ, ദ ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് റിഗാർഡ് as ദ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ ദാറ്റ് fall on the detector. സോ എത്രത്തോളമാണോ ആ ഒരു മെറ്റാലിക് കണ്ടക്ടറിന് ഉണ്ടാവുന്ന ആ ഒരു റെസിസ്റ്റൻസും ആൻഡ് ടെമ്പറേച്ചർ ഉണ്ടാകുന്ന മാറ്റവും അതനുസരിച്ച് ഡിറ്റക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുകയും ഇത്രയാണ് എൻ്റെ റേഡിയേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഗോളെ സെൽസ് ആണ്. ഇതൊരു സ്മോൾ മെറ്റാലിക് സിലിണ്ടർ ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് മെറ്റൽ പ്ലേറ്റ് ഒക്കെ ഉണ്ട് ആൻഡ് ഫ്ലെക്സിബിൾ മെറ്റലിസ്റ്റഡ് ഡയഫ്രം ഉണ്ട് ആൻഡ് ഇതിനകത്ത് സെനോൺ ഗ്യാസ് ഉണ്ട്. ഈ ഒരു പടം വരയ്ക്കാൻ എന്തായാലും പഠിക്കുക. ഈ ഗോളെ സെൽസ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് റേഡിയേഷൻ ബ്ലാക്ക് ആൻഡ് മെറ്റലിലേക്കായിരിക്കും വന്ന് വീടുണ്ടാവുക. ആ സമയത്ത് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ് ചെയ്യേണ്ടാവുക കേട്ടോ. സോ മെറ്റലൈസ്ഡ് ഡയഫ്രത്തിനകത്ത് ഡീഫോർമേഷൻസ് ഉണ്ടായിരിക്കും ആൻഡ് ദ ലൈറ്റ് ഫ്രം ദ ലാമ്പ് ഈസ് മെയ്ഡ് ഓൺ ഫോൾ ഓഫ് ഡയഫ്രം ആൻഡ് വെൻ ലൈറ്റ് ഓൺ എ ഫോട്ടോ സെൽസ്. അതിനുശേഷം ഡയഫ്രത്തിലേക്ക് വരികയും അവിടെ നിന്ന് ഫോട്ടോ സെൽസിലേക്ക് റിഫ്ലക്ട് ആവുകയും ചെയ്യുന്നു. ആൻഡ് മോഷൻ ഓഫ് ദ ഡയഫ്രം ചേഞ്ചസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സെൽ. ഇതിലുണ്ടാകുന്ന മോഷൻസ് ഉണ്ടല്ലോ, ചേഞ്ചസ് ഉണ്ടായിരിക്കുമല്ലോ, അതനുസരിച്ച് ഔട്ട്പുട്ട് ഓഫ് ദ സെൽസുകൾ അനുസരിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ 20 മില്ലി സെക്കൻഡ്സ് ആണ്, ഫാസ്റ്റ് ആണ്, തെർമൽ ഡിറ്റക്ടറിനേക്കാൾ ഫാസ്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റലൈസ്ഡ് ആയിട്ടുള്ള ചേമ്പർ ആണ്. അവിടെ കൂടെ ഇത് വന്ന് വീഴുവാണ് ചെയ്യുക. ഒരു ഗ്യാസ് നമ്മൾ നിറച്ചിട്ടുണ്ട്, ഒരു ഫോളോൺ ഡിറ്റക്ടർ ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യുവാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ. അത് മാത്രമല്ല വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ്. ലെസ് കൺവീനിയന്റ് ആൻഡ് എക്സ്പെൻസീവ് ആൻഡ് ബൾക്കി. സോ ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് ആൻഡ് ബൾക്ക്. ഒരു ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഭയങ്കര വലുതുമാണ്, അത് മാത്രമല്ല ലെസ് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഒരു സെനോൺ ഗ്യാസ് ഉണ്ട്, ഒരു മെറ്റലൈസ്ഡ് ഡയഫ്രം ഉണ്ട്, ഈ ലൈറ്റ് വന്ന് വീഴുന്നു, അതനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഡിഫോമിറ്റി ഉണ്ടായിരിക്കുകയാണ്. അതനുസരിച്ച് അവിടെ നമ്മൾ എത്രയാണ് വന്നത് അതിൻ്റെ ഔട്ട്പുട്ടുകൾ നോക്കുവാണ് ചെയ്യുക. ഡയഫ്രത്തിലുണ്ടായ ചേഞ്ചുകളും മോഷൻസിലും ഉണ്ടായ മാറ്റം എത്രയാണ് നോക്കുവാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇന്റർഫെറോമീറ്റേഴ്സ് ആണ്. എന്താ ഇന്റർഫെറോമീറ്റർ? സോ മിക്കൽസൺ ഇന്റർഫെറോമീറ്റർ എന്നാ പറയാ. സോ മോസ്റ്റ് ഇന്റർഫെറോമീറ്റേഴ്സ് എംപ്ലോയ് എ ബീം സ്പ്ലിറ്റേഴ്സ്. സോ ബീം സ്പ്ലിറ്റേഴ്സ് എന്നുള്ളത് സോ വിച്ച് ടേക്ക് ഇൻകമിംഗ് ഇൻഫ്രാറെഡ് ബീം ആൻഡ് ഡിവൈഡ് ഇൻറ്റു 2 ഒപ്റ്റിക്കൽ ബീം. സോ അവിടെ എന്ത് ചെയ്യുന്നു, വരുന്ന ലൈറ്റിനെ 2 ഒപ്റ്റിക്കൽ ബീം ആയിട്ട് മാറ്റുവാണ് ചെയ്യുക. വൈൽ ടേക്ക് ഇൻകമിംഗ് ഇൻഫ്രാറെഡ് ബീം ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ഒപ്റ്റിക്കൽ. കണ്ടോ, വരുന്ന ഇൻഫ്രാറെഡ് ബീമിനെ എന്ത് ചെയ്യുന്നു, 2ആയിട്ട് മാറ്റുവാണ് ചെയ്യുക. ഒരു ബീം ഫ്ലാറ്റ് മിററിലേക്ക് വരിക, അത് ഫിക്സഡ് പ്ലേസ് ആയിരിക്കും. ആൻഡ് അതർ ബീം വരുന്നത് ഒരു ഫ്ലാറ്റ് മിററിലായിരിക്കും ആൻഡ് മൗണ്ട് ആണ് മെക്കാനിക്കൽ അലോവിങ് ദ മിറർ ടു മൂവ് വെരി ഷോർട്ടർ ഡിസ്റ്റൻസ്. സോ ഈ രണ്ടാമത്തെ മിറർ നിന്നു അത് ചെറുതായിട്ട് അനങ്ങും. അപ്പൊ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് രണ്ടാമത്തെ മിറർ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അറിയാം അല്ലേ. സോ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ലൈറ്റ് ഓഫ് ബീം വരുന്നു, അത് സ്പ്ലിറ്റ് ആയി പോവാണ്. ഒരെണ്ണം നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു മിറർ ആണ്, ഒന്ന് ചെറുതായിട്ട് അനങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും ഒരു ബീം വരുന്നത്. വൺ ബീം ട്രാവൽ എ ഫിക്സഡ് ലെങ്ത് ആൻഡ് വിച്ച് ഇസ് കൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആസ് ദ മിറർ മൂവ്സ്. ഈ മിറർ നീങ്ങുന്ന അനുസരിച്ച് അതിന്റെ എന്ത് ചെയ്യുന്നു, ലെങ്ത് ഫിക്സഡ് ലെങ്ത് ആയിരിക്കും. ഈവൻ ദോ അതിന് കൺസ്റ്റന്റ്ലി ആ മിറർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേ ഇരിക്കും. ആൻഡ് ദ സിഗ്നൽ ദാറ്റ് എക്സസ് ദ ഇന്റർഫെറോൺ ഇൻ ദ റിസൾട്ട് ഓഫ് ദീസ് 2 ബീം ഇന്റർഫിയറിംഗ് വിച്ച് ഈച്ച് അതർ. സോ ഈ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ ബീം എങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നു, അതായത് ഈ വരുന്ന ലൈറ്റിൽ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ലൈറ്റിന് എത്രത്തോളം മാറ്റം വരുന്നു നോക്കിയിട്ടാണ്. ആൻഡ് ഈ ദ റിസൾട്ട് സിഗ്നൽ ഈസ് കോൾഡ് ആസ് ഇന്റർഫെറോഗ്രാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ലൈറ്റിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമല്ലോ, അല്ലെങ്കിൽ ലൈറ്റ് ആണ് അടിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ. ഈ മാറ്റം വരുന്നത് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർഫെറോഗ്രാം എന്ന് പറയാം. ആൻഡ് എവറി പോയിന്റ് ഓഫ് സിഗ്നൽ കണ്ടെയ്ൻ ഇൻഫർമേഷൻ എവറി ഇൻഫ്രാറെഡ് ഫ്രീക്വൻസി കമ്മിങ് ഓൺ ദ സോഴ്സ്. അതായത് ഓരോ വരുന്ന ഓരോ സോഴ്സിനും അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് വരുന്ന ഓരോ രീതിയിലുള്ള ഈ സിഗ്നലിനും അതിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഓരോന്നും യുണീക്ക് ആണെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ആണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഒരു മൂവിംഗ് മിറർ ഉണ്ട്, അതാണ് മൂവിംഗ് മിറർ. ഇത് ഫിക്സഡ് മിറർ ആണ്. ലൈറ്റ് വരുന്നു, 2 ബീമായിട്ട് പോകുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ലൈറ്റ് സോഴ്സ് ഫിക്സഡ് മിററിലേക്ക് പോകുന്നു, മറ്റെന്ത് ചെയ്യുന്നു, മൂവിംഗ് മിററിലേക്ക് പോകുന്നു. എത്രത്തോളമാണ് ഇതിൽ മൂവ് ചെയ്യേണ്ടി വരുന്നത്, ഈ ഒരു വരുന്ന ഈ ലൈറ്റ് സോഴ്സിന് എത്രത്തോളം മൂവ് ചെയ്യേണ്ടി വരുന്നു. നമുക്ക് ഈ സാമ്പിൾ നടുക്ക് വെച്ചിരിക്കുവാണല്ലോ. സോ സാമ്പിളിനകത്തൂടെ കടന്നു പോകുമ്പോഴത്തേക്കും എത്രത്തോളമാണ് അത് മൂവ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് FTIR അഡ്വാൻറ്റേജസ് ആണ്. സോ ഫെലിക്സ് മൾട്ടിപ്ലെക്സ് അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാം കേട്ടോ. സോ FTIR അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. സോ ഇത് ഇത്രയും മനസ്സിലായല്ലോ, ഇത് വലിയ പാടൊന്നുമില്ല. ഒരെണ്ണം ഒരു 2 ബീമായിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെക്കാം. സോ ഫാസ്റ്റ് അനലിസിസ് ആണ്, നമുക്ക് മറ്റുള്ളത് പോലെ പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അത് മാത്രമല്ല, ഇൻസ്റ്റെഡ് ഓഫ് അനലൈസിംഗ് സ്കീസ് സ്മോൾ വേവ് ലെങ്ത് അവൈലബിൾ ഫ്രം ദ മോണോക്രോമേറ്റ് ഇൻ ഡിസ്പേഴ്സിംഗ് IR ഇൻസ്ട്രുമെന്റ്. ആൻഡ് റാപ്പിഡ് ഡേറ്റ അക്വിസിഷൻ, നമുക്ക് വിത്തിൻ 1 സെക്കൻഡ് or ലെസ് ദാൻ സെക്കൻഡ്സിൽ നമുക്ക് ഡേറ്റ കിട്ടും. ആൻഡ് സിഗ്നൽ ടു നോൺ നോയിസ് റേഷ്യോ, അതായത് ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ സ്കാൻസ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല
ആക്യുറസി കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആൻഡ് കോൺ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇന്റർഫെറോഗ്രാംസ് ഈസ് നോട്ട് റെക്കോർഡ് കണ്ടിന്യൂസ്ലി ബട്ട് ഇൻ സാമ്പിൾ അറ്റ് ഡിക്രീറ്റ് ഇന്റർവൽ ടു ഗീവ് ഡിഫറെന്റ് ഡേറ്റ ഇൻ പോയിന്റ്. സോ ഈ ഇന്റർഫെറോഗ്രാംസുകൾ കണ്ടിന്യൂസ്ലി സാമ്പിൾസിൽ റെക്കോർഡ് ചെയ്യാറില്ല, പക്ഷെ ഡിഫറെന്റ് ഡേറ്റ പോയിന്റ്സിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും. കോൺസിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, 1, 2, 3 ഒക്കെ നമുക്ക് പഠിക്കാം, ബാക്കിയുള്ള ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദ ക്ലോസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ഡേറ്റ പോയിന്റ് ദ ഗ്രീറ്റർ ദ വേവ് നമ്പർ ഓഫ് ദ സ്പെക്ട്രം. സോ എന്താണ് ക്ലോസിംഗ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ഡേറ്റ പോയിന്റ്. സോ ഡേറ്റ പോയിന്റിലുള്ള എത്രത്തോളം ക്ലോസ് ആവുന്നു അതനുസരിച്ച് വേവ് നമ്പർ റേഞ്ച് ഓഫ് സ്പെക്ട്രം കൂടിക്കൊണ്ടിരിക്കുവാണ് ചെയ്യേണ്ടാവുക കേട്ടോ. So the monochromatic visible HENE laser beam is passed along with polychromatic IR light to provide a single wavelength interferogram that oscillate much more quickly than എനിത്തിങ് ഇൻ ദ IR. സോ നമുക്ക് ഷോർട്ടർ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള IRനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് സിംഗിൾ വേവ് ലെങ്ത് ഇന്റർഫെറോഗ്രാം ഉണ്ട് എന്നുള്ളതാണ്. അതായത് മോണോക്രോമാറ്റിക് വിസിബിൾ HENE ലേസർ ബീം എന്ന് പറയുന്നത് എന്താണ് പാസ്ഡ് അലോങ് വിത്ത് പോളിക്രോമാറ്റിക് IR ലൈറ്റ്. ഇതൊരു പോളിക്രോമാറ്റിക് IR ലൈറ്റിൽ കടന്നു പോവുകയും അങ്ങനെ സിംഗിൾ വേവ് ലെങ്ത് ഇന്റർഫെറോഗ്രാം തരികയും അങ്ങനെ അത് ഐസൊലേറ്റ് ചെയ്യുകയും കൂടുതലായിട്ട് ക്വിക്ലി ദാൻ എനിത്തിങ് ഇൻ ദ IRനേക്കാളും മറ്റുള്ള IRനേക്കാളും കൂടുതൽ അവിടെ മൂവ്മെന്റ് തരികയും അങ്ങനെ നമുക്ക് റിസൾട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ആ ഡിറ്റക്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതെന്തൊക്കെയാണ് മിക്കവാറും ചോദിക്കാം. ഡിഗ്രിക്കാർക്കൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ അതുകൊണ്ട് എല്ലാം നോക്കി തന്നെ പോവുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജാക്കിനോട്ട് അല്ലെങ്കിൽ ത്രൂ തോട്ട് പുട്ട് അഡ്വാൻറ്റേജ് ആണ്. ഫ്യൂവർ ഒപ്റ്റിക്കൽ എലമെന്റ്സ് ആർ നോ സ്ലിറ്റ്സ് ഗ്രേറ്റർ ത്രൂപുട്ട് ഓഫ് റേഡിയേഷൻ. സോ ഫ്യൂവർ ഒപ്റ്റിക്കൽ എലമെന്റ്സ് എന്തില്ല, സ്ലിറ്റ്സുകൾ ഇല്ല എന്നുള്ളതാണ്. ദ ഡിറ്റക്ടർ റിസീവ് 50% ഓഫ് എനർജി ഫ്രം ദ ഒറിജിനൽ ലൈറ്റ് സോഴ്സ്. സോ നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് 50% ഓഫ് എനർജി മാത്രമേ അതെന്തെങ്കിലും റിസീവ് ചെയ്യത്തുള്ളൂ. ദിസ് എൻഹാൻസ് സെൻസിറ്റീവ് മെഷറിന്റെ ഫർദർ ഇംപ്രൂവ്മെന്റ് SN റേഷ്യോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു SN റേഷ്യോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചില സമയത്ത് എൻഹാൻസ് ചെയ്യേണ്ടി വന്നേക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, റിസീവറിൽ നിന്ന് 50% ഓഫ് എനർജി മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒറിജിനൽ സോഴ്സിൽ നിന്ന് വരത്തുള്ളൂ. കാര്യം എന്തുകൊണ്ടാണ്, ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ഡിസ്പേർഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ ദിസ് എൻഹാൻസ് സെൻസിറ്റിവിറ്റി ഓഫ് മെഷർമെന്റ്. അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫർദർലി അഡ്വാൻസ്ഡ് വേർഷൻസ് ഉപയോഗിക്കേണ്ടി വരും. കാരണം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിൽ പോലും കിട്ടണം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചില ടെസ്റ്റുകളുടെ സെൻസിറ്റിവിറ്റി 99% ആണ്. അതായത് ചെറിയൊരു സാമ്പിൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറയും. സോ ദ എൻഹാൻസസ് സെൻസിറ്റിവിറ്റി ഓഫ് മെഷർമെന്റ് ആൻഡ് ഫർദർ ഇംപ്രൂവ്മെന്റ് ദ SN റേഷ്യോ. സോ സെൻസിറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുമ്പോൾ നമുക്ക് SN റേഷ്യോ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഫിംഗർ പ്രിന്റ് റീജിയൻ ആണ്. ദ റീജിയൻ ബിറ്റ്വീൻ 400 cm ആൻഡ് 1500 cm ഇൻ an IR spectrum is known as ഫിംഗർ പ്രിന്റ് റീജിയൻ. കോമ്പറ്റേറ്റീവ് എക്സാംകാർ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജനറലി സ്പെക്ട്രം കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് പീക്സ്. നമുക്ക് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പീക്സ് ഉണ്ട്, മേക്കിംഗ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽ പീക്ക്. ഒരുപാട് പീക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡിവിജ്വൽ പീക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായ കാര്യമാണ്. ഹവർ ഫിംഗർ പ്രിന്റ് റീജിയൻ ഓഫ് എ ഗിവൺ കോമ്പൗണ്ട് ഈസ് യുണീക്ക്. പക്ഷേ ഇതിൽ നിന്നുണ്ടാകുന്ന ഓരോ ഫിംഗർ പ്രിന്റും യുണീക്ക് തന്നെയാണ്. അങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇൻ ദ റീജിയൻ ബെൻഡിങ് വൈബ്രേഷൻ ആർ മോർ പ്രിവാലന്റ് ദ സ്ട്രെച്ചിങ് വൈബ്രേഷൻ. സോ ബെൻഡിങ് വൈബ്രേഷനേക്കാൾ കൂടുതൽ പ്രിവാലന്റ് ആണ് എന്ത് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ ഡിറ്റക്ടേഴ്സ് എങ്ങനെയാണ് ഓരോന്ന് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വലിയ പാടായ കാര്യമൊന്നുമല്ല. പിന്നെ ചില സമയത്ത് കൺഫ്യൂഷൻ വരും, അത് കോമൺ ഉള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ റീവർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.